ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ആഴ്ച ആരായിരിക്കും പുറത്തു പോവുക എന്നുള്ളൊരു ഡിസ്കഷനാണ് നടക്കുന്നത്. അപ്സരയും ജാസ്മിനും സിജോയും ഒക്കെ ചേർന്നിട്ടുള്ള ഡിസ്കഷനാണ്. ഒപ്പം നന്ദനയും സായിയും ഇരിപ്പുണ്ട് കൂടെ. നിലവിലുള്ള 11 പേരിൽ നിന്നും 8 പേരാണ് ഈ വീക്ക് എലിമിനേഷൻ ഉള്ളത്. അഭിഷേക്, ജാസ്മിൻ, ജിൻഡോ, അർജുൻ, അൻസിബ, അപ്സര, ഋഷി, ശ്രീതു എന്നിവരാണ് എലിമിനേഷൻ ഉള്ളവർ. ഈ എലിമിനേഷനിൽ നിന്നും ആരായിരിക്കും പുറത്തു പോകുക സിജോയും അപ്സരയൊക്കെ ചോദിക്കുന്നുണ്ട്. ജാസ്മിൻ ആദ്യം തന്നെ പറയുന്നത് അൻസിബ പുറത്തു പോകും എന്നാണ് പറയുന്നത്. അൻസിബ ഇനി പുറത്തു പോകുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ അൻസിബ തന്നെ പുറത്തു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അപ്സര പറയുന്നു. കാരണം ഈ ബിഗ് ബോസിൽ ഒന്നും ചെയ്യാത്ത, ഒരു ഗെയിമും കളിക്കാത്ത, ഒരു രീതിയിലും ഒരു പെർഫോമൻസും കാഴ്ചവെക്കാത്ത ഒരു വ്യക്തിയാണ് അൻസിബ എന്നാണ് അപ്സര പറയുന്നത്. അതിനോട് യോജിച്ചുകൊണ്ട് തന്നെ ജാസ്മിനും പറയുന്നു, ശരിയാണ്, ഈ ബിഗ് ബോസ് സീസണിൽ തന്നെ ആദ്യം തൊട്ട് ഇതുവരെ വന്ന മത്സരാർത്ഥികളിൽ ഒന്നും ചെയ്യാത്ത ഒരു മത്സരാർത്ഥിയാണ് അൻസിബ എന്നാണ് ജാസ്മിൻ പറയുന്നത്. ടാസ്ക് മാത്രമല്ല ഈ ബിഗ് ബോസിന്റെ ഗെയിം, ബിഗ് ബോസ് ഗെയിം എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉൾപ്പെടും എന്ന് സിജോ പറയുന്നു. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അൻസിബ ചെയ്യുന്നുണ്ടെന്നാണ് സിജോ പറയുന്നത്. അപ്പൊ അപ്സരയും ജാസ്മിനും പറയുന്നുണ്ട്, എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല, പക്ഷെ നമ്മളൊന്നും കാണുന്നുമില്ല എന്നാണ് പറയുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും വിചാരം ബിഗ് ബോസ് ഹൗസിൽ കാറി കൂവി നിന്നാൽ മാത്രമേ ബെസ്റ്റ് പ്ലെയർ ആവൂ എന്നാണ്. ജാസ്മിൻ പിന്നെയും പറയുന്നുണ്ട്, അൻസിബ മാത്രമല്ല അഭിഷേകം പോവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അഭിഷേക് ക്യാപ്റ്റൻ ആയപ്പം മുതൽ ശ്രദ്ധിക്കുന്നതാണ്. അഭിഷേക് ക്യാപ്റ്റൻ ആയതിൽ തീരെ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ജാസ്മിൻ. ആ ഒരു റാങ്കിംഗ് ടാസ്കിൽ അഭിഷേക് ഫസ്റ്റ് വന്നപ്പോൾ മുതൽ ജാസ്മിൻ ഓരോന്ന് പറഞ്ഞ് അഭിഷേകിന്റെ അടുത്ത് ചെല്ലുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് നിൽക്കാൻ നിനക്ക് ഒരു യോഗ്യതയില്ലായിരുന്നു, എന്നിട്ടാണ് നീ ഫസ്റ്റ് നിന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അഭിഷേക് തക്ക മറുപടി തിരിച്ചും പറയുന്നുണ്ടായിരുന്നു. ബിഗ് ബോസിന്റെ അകത്ത് കയറി ഈ നിമിഷം വരെ തെറ്റായ തീരുമാനങ്ങൾ മാത്രം ബിഗ് ബോസ് ഹൗസിന്റെ അകത്തും സ്വന്തം ജീവിതത്തിലും എടുത്തിട്ടുള്ള നീയാണോ ഈ പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്സരയ്ക്കും ജാസ്മിനും അൻസിബയോടുള്ള ആ അസൂയ വ്യക്തമാകുന്ന രീതിയിലാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. എന്നാൽ സായിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ സായി പറയുന്നത് അർജുനും ജാസ്മിനും പോകുമെന്നാണ്. നന്ദനയോട് ചോദിക്കുമ്പോൾ നന്ദന പറയുന്നത് ശ്രീതു പോകുമെന്നാണ്. എന്നിട്ട് ഒരാളെ കൂടെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അൻസിബയും പോവുമായിരിക്കും എന്ന് പറയുന്നു. അൻസിബ ഇവിടെ എന്ത് തന്നെയാണ് ചെയ്യുന്നത്? ഈ പ്രേക്ഷകർ എന്താണ് കാണുന്നത്, അവരെന്താ കാണുന്നതെന്നുള്ള കാര്യം നമുക്കും കൂടെ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അപ്സര പറയുന്നു. ഇത്തവണത്തെ നോമിനേഷനിൽ പുറത്തു പോകാൻ ഏറ്റവും അർഹതയുള്ള വ്യക്തി ആരാണ്? നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായും കമന്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.